പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാനൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്, ഒരു ബീഫ് കറി. അതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ അടുക്കളയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. കറി വെക്കുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം, എന്നാലേ നമ്മുടെ കറിക്ക് അല്പം കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. ഇതെന്തിനാണെന്ന് വെച്ചാൽ അധികം പച്ച ചോക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി, മീറ്റ് മസാലയൊക്കെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇത് നമ്മുടെ കഴുകി തയ്യാറാക്കി വെച്ചേക്കുന്ന ബീഫാണ്. ഇതിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടികളും കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം അതിനു വേണ്ടി നമ്മൾ ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് സവാള, അതിനകത്ത് നമുക്ക് കുറേശ്ശെ ഇതിനകത്ത് വേവിക്കാൻ നേരത്തുകൂടി ചേർക്കണം. അപ്പം ഓക്കെ. ബീഫ് ഇനി വേകണം. ഒരു 6-7 ഫിസിൽ വരെ ഏകദേശം അടിക്കണം, നല്ല വേവ് കിട്ടുള്ളൂ ബീഫിന്. അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ബീഫ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഗ്രേവി എല്ലാം ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ വാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നേരത്തെ വറുത്ത് വെച്ച പൊടികൾ കൂടി ചേർക്കാം. ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വെന്തിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഗ്രേവിയുമായിട്ട് നമ്മുടെ ബീഫൊക്കെ മിക്സ് ചെയ്തു. ഇനി ഒരു അല്പ നേരം കൂടി ഒന്ന് വേവിക്കണം. സ്വാദിഷ്ടമായ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക. യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക.